നമ്മൾ ഒരു പ്രഷർ കുക്കറിനകത്ത് ഇത്തിരി കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ആയിക്കോട്ടെ, ഏത് ഓയിലായിക്കോട്ടെ, ഞാനിപ്പോൾ സൺഫ്ലവർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം. അതിനുശേഷം പുതിന ഇടുക. എനിക്ക് പുതിനയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കറുവപ്പട്ട ഇടുക, ഗ്രാമ്പൂ ഇടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഞാൻ ആ ടേസ്റ്റിന് വേണ്ടി ഇട്ടതാണ്. അതിനുശേഷം മസാല ബാക്കിയുള്ളത് ഇടുക. പിന്നെ ആ കിഴങ്ങും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ആ പച്ചമണം ഒന്ന് മാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ചിക്കൻ മസാല കാണത്തില്ലേ, അല്ലെങ്കിൽ ഇറച്ചി മസാല, ചിക്കൻ മസാല ഇറച്ചി മസാല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇടുക. അതിനുശേഷം അതും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആ മണം കൂടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വഴച്ചതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിക്കുക. ഞാൻ ആ കപ്പ നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് ആ വെള്ളം മൊത്തം നമ്മൾ ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുക. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം 5 വിസിലടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. 5 വിസിൽ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ സൂപ്പ് റെഡിയാണ് കേട്ടോ. ഇത് കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. മുട്ടുവേന, നടുവേന, ഇതിനകത്തൊക്കെ എല്ലാം നല്ലതാണ്. പല പല അസുഖത്തിനും നല്ലതാണ്. അപ്പോൾ ഞാൻ കുടിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ.